ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങളിന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം പോണത് മണ്ണാർക്കാട് ചെണ്ടയുണ്ട്, ഒരു അമ്പലത്തിൽ ചെണ്ടയുണ്ട്. ആ ചെണ്ടകൾ എടുക്കാനാണ് പോണത് മണ്ണാർക്കാട്. അപ്പോൾ ഏട്ടൻ പോകുമ്പോൾ എന്നെയും വിളിച്ചു. എന്നെ കൊണ്ട് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല, എന്നാലും യാത്രകൾ എനിക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോകാൻ ഇഷ്ടമായതുകൊണ്ടാണ് കൂടെ കൂട്ടിയത്. അപ്പോൾ അമ്പലം എത്തി. അമ്പലത്തിൽ പോയിട്ട് ചെണ്ടകൾ എടുക്കാൻ വേണ്ടി ഒരു ഹാളിൽ കയറിയിരിക്കുകയാണ്. കുറേ നേരം കാത്തു നിന്നിട്ടാണ് അവിടുത്തെ ചേച്ചി വന്നത്. കുറച്ച് കടയിലേക്കൊക്കെ പോകാനുള്ള ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഇറങ്ങിയതും തന്നെ രണ്ടാളും ഒരുമിച്ച് ഇറങ്ങിയില്ലാതെ ഞാൻ പൊതുവേ എന്നെ ഏട്ടൻ എവിടേക്ക് പോകുമ്പോഴും കൊണ്ടുപോകാറുണ്ട്. പ്രത്യേകിച്ച് ട്രിപ്പുകളൊന്നും പോയില്ലെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എന്നെ വെറുതെ കൂട്ടാറുണ്ട്. ഒറ്റയ്ക്ക് പോകാൻ മടിയായിട്ട് കേട്ടോ. പിന്നെ പോയി വരുമ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ്, തണ്ണിമത്തനൊക്കെ കാണുമ്പോൾ ഇനിയിപ്പോൾ ഇന്ന് തൊട്ടിട്ട് നാളെ തൊട്ടിട്ട് നോൽമ്പ് ഇതാണ് മാലയിടുകയാണ്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ബേക്കറിയിൽ കയറി കുറച്ച് ബേക്കറി സാധനം വാങ്ങി. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചില്ല. അപ്പോൾ അതിന് പകരം ചായയും ഒരു പിസ്സ, മറ്റേ കട്ട്ലേറ്റ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളായിരുന്നു കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നാളെ മാലയിടാൻ മുണ്ടും തോർത്തും കുട്ടിക്കുള്ള ബനിയനും ടീഷർട്ടും ഇതൊക്കെ എടുക്കാൻ വന്നതാണ്. ട്രൗസറൊക്കെ ബ്ലാക്ക് കളറിൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. മലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനുള്ള സാധനങ്ങൾ. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം ഞങ്ങൾ പോയി. പിന്നെ പോയത് പോകാൻ തീരുമാനിച്ച് പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാലിന് ഇത്തിരി വയ്യ, ഒന്ന് ഫ്രാക്ചറായിരിക്കുക. അപ്പോൾ അങ്ങോട്ട് പോവുകയായിരുന്നു. എനിക്ക് ആകാശം ഇങ്ങനെ അടിപൊളിയായിട്ടുള്ളത് കാണുമ്പോൾ ഞാൻ വീഡിയോസ് ഇട്ടിരുന്നു. എല്ലാവരും ഷോർട്സ് വീഡിയോസ് ഇട്ടിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് ഇട്ടതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല നാച്ചുറലായിട്ടുള്ള ഭംഗികൾ ആസ്വദിച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അത് ഇട്ടത്. എല്ലാവരും കാണുക. അവിടുത്തെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന്, കാരണം അത് അവർ വയ്യാതെ ഇരിക്കുകയല്ലേ, അപ്പോൾ അത് എടുത്തില്ല. അവിടേക്ക് പോണ വഴികളുടെ വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ, അല്ലാതെ വീട്ടിലേക്ക് പോയി അതിൻ്റെ ഒന്നും എടുത്തില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ശബരിമലയ്ക്ക് വാങ്ങാനുള്ള കടയിൽ കയറിയിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി രാത്രി അവന് പെറ്റ് ഷോപ്പിലേക്കൊന്ന് പോകണം. അപ്പോൾ അവനെ വൈകിട്ട് ഞങ്ങൾ കൂട്ടണുണ്ടായിരുന്നുള്ളൂ. സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. സ്കൂളിലേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചെത്തുമ്പോഴേക്കും ഞങ്ങൾ വീടെത്തണം. നല്ല വീട് അല്ലേ. ഇതാ കേട്ടോ, ഈ കടയിൽ നിന്ന് ഞങ്ങൾ ഇവിടെ എല്ലാ പൂജാ സാധനങ്ങളും കിട്ടും. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നാണ് ഞങ്ങൾ എപ്പോഴും വാങ്ങാറ്. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി.